to the moon and let me play. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അന്യമാസയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് BTSൻ്റെ പണ്ടത്തെ ഡോം, ഓക്കെ, അതുപോലെ തന്നെ അവർ പോയിട്ടുണ്ടായിരുന്ന പാർക്ക്, ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പണ്ടത്തെ ഓഫീസ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാനിപ്പം ജംഗ്ഷൻ പേക്കി സ്റ്റേഷനിലാണുള്ളത്. ഇവിടുന്ന് നമുക്കൊരു സബ്വേ പിടിച്ചാൽ മതി. ഇവിടുന്ന് 30 മിനിറ്റ്സ് ദൂരമേ ഉള്ളൂ. ഹക്ദോങ് സ്റ്റേഷൻ എന്നാണ് അവിടേക്ക് പറയുക. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ നിങ്ങളെയും കൊണ്ടുപോകും. കൊറിയയിൽ എനിക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഒരു പച്ച ബസ്. ഭയങ്കര വൈബാണ് കേട്ടോ അത് കാണാൻ. ഞങ്ങളങ്ങനെ ന്യൂന്യോങ്ഡോങ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൊങ്കു ബിൽഡിംഗ് എന്നാണ് അവരുടെ ബിൽഡിങ്ങിന് പറയുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചൊങ്കു ബിൽഡിംഗ് നെയ്വർ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി, അത് വന്നോളും. യെസ്, അപ്പം നമ്മൾ BTSൻ്റെ ഓൾഡ് ബിൽഡിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പം പണ്ടത്തെ പോലെ അങ്ങനെ കയറാനൊന്നും പറ്റില്ല എന്നാണ് കേട്ടത്. പക്ഷെ എന്നാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ നിന്ന് കുറച്ച് മഴയുണ്ട്. മഴ പെയ്യുന്നില്ല, പക്ഷെ മഴ ചാറുന്നുണ്ട്. ഞാനാണെങ്കിൽ കുട എടുത്തിട്ടില്ല. പോയി നോക്കാം. ഞങ്ങളങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സംഭവം കണ്ടു. എന്താണെന്നല്ലേ, ഈ ഒരു പോർഷെ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു സീനാണ് ഓർമ്മ വന്നത്. അതാണ് ഞാൻ നിങ്ങൾക്കും കാണിച്ചത്. ഇറ്റ് വാസ് റിയലി ഫണ്ണി. ഫൈനലി നമ്മൾ നടന്ന് നമ്മുടെ ബിൽഡിങ്ങുള്ള സ്ട്രീറ്റിലോട്ട് കയറി. ഗായ്സ്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. അല്ല, നിങ്ങൾക്ക് കൊറിയൻ സ്ട്രീറ്റ്സൊക്കെ കണ്ട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ കണ്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ അങ്ങനെ കാണാം. ഓക്കെ, നെയ്ബർ മാപ്പ്. ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസണാണ്, അതുമല്ല വീക്ക് ഡേ ആണ്. അതുകൊണ്ട് ആൾക്കാരെ ഒന്നും പുറത്ത് കാണാനില്ല. ഞങ്ങൾ 1-2 ആൾക്കാരെ മാത്രമേ സ്ട്രീറ്റിൽ കണ്ടുള്ളൂ. പിന്നെ സ്ട്രീറ്റ് നോക്കിയോ, ഭയങ്കര നീറ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നമ്മളിപ്പോഴും നമ്മുടെ ബിൽഡിംഗ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മൾ നെയ്വർ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഗൈസ്, ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. ജംഗുക്ക് ഈസ് അമേഴ്സ് യബോ യുങ്കി മാരി മീ. God, sugar babies. We didn't take a pen. Did you take a pen? Ay chincha. Uri otoke. So guys, this is Chongu building. അവിടെ നമ്മുടെ BTS ഒക്കെ പണ്ട് ട്രെയിനിങ് ഒക്കെ ചെയ്തത്. So many armies കുറേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. You know, look at this. Wow. ഞങ്ങളാണെങ്കിൽ പെന്നും എടുത്തിട്ടില്ല ഇവിടെ എന്തെങ്കിലും എഴുതാൻ. We are bulletproof. Dia love Jimin. Okay, Dia love so many people. J-Hope, ti amo. Portuguese. Yeah. J-Hope, marry me. Bye, Dalia. JK, still with you. Angel, love you so much. See you in 2025. Portugal. I should have written India. Chincha. 괜찮아.
Let's go and see. People ഇങ്ങനെ ഡോറിൻ്റെ കയ്യിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട് ആൾക്കാർ. Try pushing it. Wow. You have a competition. Shahs love Jungkook. Wow. Who? They look like? Really? This is memory, like. Oh, my hair is so bad. Anyway, guys, ഞങ്ങളിപ്പം ചൊങ്കു ബിൽഡിങ്ങിലാണ് വേർ നമ്മുടെ BTS പണ്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫസ്റ്റ് അവരുടെ ഇറ്റ്സ് ദെയർ ഫസ്റ്റ് ഡോം റൈറ്റ്. യാ, ഇത് അവരുടെ ഫസ്റ്റ് ഡോം. ഓക്കെ, ഇവിടെയാണ് അവർ ഫസ്റ്റ് ട്രെയിനിങ് ഒക്കെ സമയത്ത് ഇവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫുള്ള് ചുമരിലൊക്കെ ആർമീസ് വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതി വയ്ക്കും. ചുമരിൽ മാത്രമല്ല, ഇങ്ങനെ നിലത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ കുറച്ച് 4-5 ആൺപിള്ളേർ ഇവിടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തോന്നുന്നത് അവരിങ്ങനെ ട്രെയിനിങ് ബോയ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ലേ, ട്രെയിനിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ, അങ്ങനത്തെ പിള്ളേരാന്ന് തോന്നുന്നു. എനിക്ക് ഉള്ളിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇതല്ലോ I think we can go. Chicha. Okay, we cannot go inside. ഇവിടെ authorized personnel only എഴുതിയിട്ടുണ്ട്. അത് കാരണം we cannot go. We follow rules. So but it's nice to come here, and because we never thought we'll be here, so today we are here and it's nice. Yeah, where everything started. Yeah. So this is where BTS started their journey. സോ BTSനെ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാണ്, BTS പണ്ട് അവരുടെ ട്രെയിനിങ് സമയത്ത് താമസിച്ചിരുന്ന, ട്രെയിനിങ് ചെയ്തിരുന്ന ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഒന്നുമില്ലായ്മയിലിരുന്നാണ് BTS അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അവർ ഇത്രയും വലിയൊരു നിലയിലെത്തി. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരുടെ സ്ട്രഗിൾസ്, അവരുടെ കഷ്ടപ്പാട്, അതൊക്കെ തന്നെയാണ് അവർ ഇത്രയും വലിയ ആർമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാൻഡത്തിന് മോട്ടിവേഷനായിട്ട്, ഇൻസ്പിറേഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൊറിയയിൽ വരികയാണെങ്കിൽ അഥവാ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ചൊങ്കു ബിൽഡിംഗ് നെയ്ബറിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, മൈ ഫ്രണ്ട് ഇസ് സോ ഇമോഷണൽ. ഷീ ഈസ് സോ ഇമോഷണൽ. ഗൈസ്, ഞങ്ങൾക്ക് തോന്നുന്നത് ഈ ബിൽഡിങ്ങും ഒരു ട്രെയിനിങ് ബിൽഡിംഗ് ആണ്. ഇവിടെ കുറേ പെൺപിള്ളേരും ആൺപിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് പോകുന്നതും വരുന്നതും കാണാം. ലുക്സ് ലൈക്ക് അവരും ട്രെയിനിങ് K-pop ഐഡോൾ ആവാനുള്ള ട്രെയിനിങ്ങിലാണ്. സോ നമ്മൾ BTS ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് വന്നു. അവിടെ ഒരു വെഡിങ് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, കണ്ട? Let's go. ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹക്തോങ് പാർക്കാണ് കേട്ടോ. ഹക്തോങ് പാർക്ക് എന്ന് പറഞ്ഞാൽ BTS ഒക്കെ ഇവിടുന്ന് ട്രെയിനി സമയത്ത് പോകുന്ന പാർക്കാണ്. നിങ്ങൾ റൺ BTS ടെലിപ്പതി എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അവർ ആ പാർക്കിൽ പോയിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. ദിസ് ഇസ് ദ പാർക്ക്. നമ്മൾ പാർക്കിലെത്തി. നമുക്കുള്ളിൽ പോയി നോക്കാം. ഇന്നിവിടെ മഴ പെയ്യുന്നുണ്ട്, മഴ ചാറുന്നുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ കുടയില്ല,
പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ സംഭവമൊക്കെ ഉള്ള കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഈ ട്രാവൽ ചെയ്യുമ്പോഴുള്ളൊരു കാര്യം എന്തെന്നറിയോ, വി ഫൈൻഡ് എവറിത്തിങ് ഫൺ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ നമുക്ക് പാർക്കിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. നമ്മളവിടെ പോയപ്പം ഓൾറെഡി കുറച്ച് ആർമീസൊക്കെ ഉണ്ടായിരുന്നു, അതും ഓൾഡ് ആയിട്ടുള്ള ആർമീസൊക്കെ. ഈ ഓൾഡ് ആയിട്ടുള്ള ആർമീസിനെ കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കാരണം അവരുടെ ഈ പ്രായത്തിൽ BTS ഒക്കെ എൻജോയ് ചെയ്യുക, അവരുടെ സോങ്സ് ഒക്കെ എൻജോയ് ചെയ്യാന്ന് കാണുമ്പം ഇറ്റ്സ് റിയലി ഫാസിനേറ്റിംഗ്. ലുക്ക് അറ്റ് ദം. അവർക്കും അറിയാൻ തോന്നുന്നു റൺ BTS ടെലിപ്പതി എപ്പിസോഡൊക്കെ. സോ ദാറ്റ് അവർ വന്നിട്ട് ഈ ഒരു ഊഞ്ഞാലിൽ വന്നിട്ട് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. കാരണം അവിടെയാണ് ആരം ആൻഡ് ജിമിൻ വന്നിട്ട് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തത്. This is for my YouTube. Yeah. My friend is really talented, guys. Look at that. Wow. ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്, ബട്ട് എന്ത് വിധത്തിലാണ് ഈ ലൈക്ക് അട്രാക്ട്സ് ദാറ്റ് ലൈക്ക് എന്ന് എനിക്കറിയില്ല. ഷീ ഈസ് സോ ടാലന്റഡ്. Oh my god, chuoyo. It's so cold. Yeah. ഓക്കെ, ഇവിടെയുള്ള എല്ലാ പാർക്കിലുള്ളൊരു സ്ഥലമാണ് ഇങ്ങനത്തെ സ്ഥലം. ഇവിടെ നമുക്ക് ഇനി ഇരിക്കാൻ പറ്റും. ഞാൻ അറിയാണ്ട് ചെരുപ്പിട്ട് കയറി, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇവിടെ ഭയങ്കര കോൾഡാണ്, അത് കാരണം ഞാൻ പെട്ടെന്ന് പുറത്ത് പോവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഊഞ്ഞാലിലാണ് ആരം ആൻഡ് ജിമിൻ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ ഒരു മൊമെൻറ്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാം. കാരണം കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് പറയാമല്ലോ ഞാനും ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ പാർക്ക് വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ഷിക്താങ്, അതായത് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അതും ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. യുജോങ് ഷിക്താങ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. കുറച്ച് മഴയുണ്ട്, പിന്നെയും മഴ ചാറുന്നുണ്ട്. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. ഇവിടെ കുറേ കമ്പനീസ് ഉണ്ട് കേട്ടോ. ഓ, ദിസ് ഈസ് SM Entertainment, right? Anya? SNM. Is Anya? I think it's not, but it's like SNM Entertainment. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ ഫസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് അവരുടെ സ്ട്രീറ്റിലോട്ട് കയറുമ്പോഴുള്ള സ്ഥലമാണ്. ഇവിടെ തന്നെയാണ് അവർ പണ്ട് പോയിക്കൊണ്ടിരുന്ന യുജോങ് ഷിക്താങ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു റോഡില്ലേ, ഈ റോഡിന് കുറച്ച് മുന്നോട്ട് പോയാൽ ആ റെസ്റ്റോറൻറ്റ് വരും. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനൊരു ബിൽഡിംഗ് കണ്ടു. ഇവിടെയും എന്തോ K-pop റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. Oh, look at this. Dun, 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 dun. BTS. Oh, എല്ലായിടത്തും BTS ആണ്. Wow. But it's a place where we need to eat. We should go or what? We can ask them. It's not here. Yeah, but we can just see. Go inside. 그냥 보면 돼요. 안녕하세요. Wow. This? 보면 അപ്പം നമ്മൾ ഇതാണ് റെസ്റ്റോറൻ്റ് എന്ന് റിയലൈസ് ചെയ്തില്ല. അപ്പം നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോകണോ വേണ്ടേ. എങ്ങനെയാണെങ്കിലും ഫുള്ള് ഫോട്ടോസൊക്കെ കണ്ട് നമ്മളിവിടെ കയറിയ സ്ഥിതിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്തിട്ടില്ല ഇതാണ് നമ്മൾ തേടി വന്ന റെസ്റ്റോറൻ്റ് എന്ന്. അങ്ങനെ കുറേ ഡിസ്കഷൻ്റെ ശേഷം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇത് തന്നെയാണ് നമ്മൾ തേടി വന്ന റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും BTS ആയിരുന്നു. ചുമരിൽ BTS, ഫ്രിഡ്ജിൻ്റെ മേലെ BTS,
റൂഫ് ടോപ്പിൽ വരെ BTS. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യുന്ന മെനു BTS. പിന്നെ BTSൻ്റെ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് ന്യൂസിൽ ഫീച്ചറായ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എല്ലാം നമ്മളങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്തത് ബിബിംബാപ്പും അവൾ ഓർഡർ ചെയ്തത് സംഗീതാങ്ങുമാണ്. സംഗീതാങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഒരു ചിക്കൻ, ഒരു ഫുൾ ചിക്കൻ കുറേ നേരം ബോയിൽ ചെയ്തുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ എല്ല് പോലും ഉരുകിയിട്ടുണ്ടാവും ബോയിൽ ചെയ്ത്. ഞാൻ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് റൈസും എഗ്ഗും പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഫുഡാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അപ്പുറത്ത് 2 പേര് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അവരിങ്ങനെ സോളോ ട്രാവലിലുള്ള ആൾക്കാരായിരുന്നു. അവരും BTS ആർമിയാണ് ഒബ്വിയസ്ലി, അതുകൊണ്ടായിരിക്കും അവരിവിടെ വന്നിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവളുടെ കയ്യിലുള്ള ടാറ്റു ഒക്കെ നമുക്ക് കാണിച്ചു തന്നത്. ടാറ്റുവിൽ BTS റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ടാറ്റ ഫേസ്, പിന്നെ സോൾ, അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ BTS റെസ്റ്റോറൻറ്റ്, യുജോങ് റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്, അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് നമ്മൾ വേറെയും കുറേ ആർമീസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. അങ്ങനെ നമ്മളിപ്പം ഇനി ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ മ്യോങ്ഡോങ്ങിൽ പോവാണ്. മ്യോങ്ഡോങ്ങിൽ ഷിൻസേഗെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഉണ്ട്. അവിടെ നമുക്കിങ്ങനെ ഈവനിങ് ക്രിസ്മസ് ആകുമ്പോൾ നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ കാണാം. നമ്മൾ അവിടെ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. BTSൻ്റെ കൂടെയുള്ള ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു BTS ആർമി ആണെങ്കിൽ എൻ്റെ ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു BTS ആർമി അല്ലെങ്കിൽ ഐ ആം ദ സോറി. പക്ഷേ എനിവേ, ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ.